കണ്ട് കയറിയ പല ആളുകളും ഇങ്ങനെ ഷേക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവത്തില്ല, ഇങ്ങനെ ഷേക്ക് നിങ്ങൾ കുടിച്ചിട്ടും ഉണ്ടാവത്തില്ല. അങ്ങനെ വളരെ റയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഷേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളൊരു കരിക്കട്ട ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ചാർക്കോൾ ഷേക്ക്. ഇത് നമ്മുടെ വീട്ടിലെ ചാർക്കോളല്ല കേട്ടോ, എഡിബിൾ ആയിട്ടുള്ള ചാർക്കോളൊക്കെ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പം നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം. അതിനു മുന്നേ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കാണുന്ന സമയത്ത് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്നുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോ നിങ്ങളുടെ കയ്യിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ശ്രീരാജ്. എല്ലാവർക്കും vblog4uവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാർക്കോൾ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടതാണ്ട് ഇവനെയാണ്, ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡർ. ഇതെന്ന് പറയുന്നത് നമ്മുടെ ആയുർവേദിക് പ്രൊഡക്റ്റാണ്. അതാണ്ട് സംഭവം ഹെർബലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എഡിബിളാണ്, നമുക്ക് കഴിക്കുന്നതിനോ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ വളരെ കുറച്ച് മാത്രമേ നമ്മുടെ ഷേക്കിന് ആവശ്യമുള്ളൂ. ഇത് പൊട്ടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓൺലൈനെല്ലാം അവൈലബിൾ ആണ്. നമുക്ക് നോർമലി കടകളിൽ കിട്ടുമെന്ന് അറിയത്തില്ല, ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇതാണ് ഐറ്റം, നമ്മുടെ ചാർക്കോൾ പൗഡർ. അപ്പോൾ ഇതിന് വളരെ കുറച്ച് മാത്രം നമുക്ക് മതി. പിന്നെ ഇത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഡിഷസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അതും തീർച്ചയായിട്ടും ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഇത് ഉപയോഗിക്കുന്നതിന് ചില ക്രൈറ്റീരിയസ് ഉണ്ട്, അത് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയാം. അത് ഇപ്പോഴേ പറഞ്ഞാൽ നമ്മൾ വീഡിയോ ലെങ്ത് ആയി പോകുന്ന വീഡിയോ ലാസ്റ്റ് ഞാൻ പറയാം. അപ്പോൾ ഇനി നമുക്ക് നേരെ ഷേക്ക് ഉണ്ടാക്കാം. ഇതാണ് നമ്മുടെ മിൽമയുടെ ഒരു പാലെടുത്തിട്ടുണ്ട്, നമ്മൾ ഫ്രീസറിൽ വെച്ച് നല്ല രീതിയിൽ കട്ടിയാക്കിയിട്ടുണ്ട്. ഇനി ഇവനെ മച്ചപ്പച്ചാന്ന് പറഞ്ഞിട്ട് ഇടിച്ച് ചെറിയൊരു പീസാക്കണം, എന്നാലേ നമുക്ക് മിക്സിയിലിട്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കാണ്ടതുള്ളൂ. അപ്പോൾ നമ്മുടെ താഴെ കവർ കീറിയിട്ട് ഇവനെ മുട്ടപ്പട്ടയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇടുക. താഴെ എടുക്കുക. ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര. നമ്മുടെ ഷേക്ക് നല്ല തിക്ക് കൺസിസ്റ്റൻസി തന്നെ കിട്ടേണ്ടതുകൊണ്ട് നമ്മൾ ആ നല്ല കട്ടിയിൽ തന്നെയാണ് പാലിനകത്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ ഒരു 3-4 തവണ ചെറിയ രീതിയിൽ അടിച്ചതിന് ശേഷം സ്പൂൺ വെച്ചിട്ടൊക്കെ ഇതേലൊക്കെ ഇളക്കിയാൽ മാത്രമേ നല്ല രീതിയിൽ ആ കട്ട അലിഞ്ഞ് നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ രീതി ഞാനിപ്പോൾ ചെയ്യുന്നത്. നമ്മുടെ ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡർ ഒരു സ്പൂൺ 1 സ്പൂൺ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചവർപ്പുണ്ടാവും നമ്മുടെ ഇതിൻ്റെ കരിയിൽ. ഇത് കണ്ടില്ലേ, അടുത്തേ കൊണ്ടുവന്ന് ഇതാണ് നമ്മുടെ ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡർ. 1 സ്പൂണ്, നമ്മൾ 1.5 സ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്താൽ വെറുതെ പണി വാങ്ങണ്ട. അപ്പോൾ അതാണ്ട് നമ്മൾ അടിപൊളി ചാർക്കോൾ ഷേക്ക്. ഇപ്പം 3-4 തവണ നമ്മൾ തുറന്ന് ഇളക്കി കേട്ടോ ചെയ്തത്. കാരണം വെച്ചാൽ ഒരുപാട് ലൂസാക്കി നമ്മൾ അടിക്കാൻ നിന്നാൽ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടത്തില്ല. എന്നാൽ നല്ല കട്ടിയാണെങ്കിൽ നമുക്ക് അടിക്കാനും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇവനെ നല്ല ഗ്ലാസ്സിലേക്ക്, അടിപൊളി ഒരു ഗ്ലാസ്സിലേക്ക് പകർന്നെടുക്കാം. അല്പം കൂടി കൺസിസ്റ്റൻസി കുറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾക്ക് 2-3 തവണയോടെ മിക്സിൽ അടിക്കുമ്പോഴത്തേക്ക് കൺസിസ്റ്റൻസിയിൽ കുറഞ്ഞ് കിട്ടും. പക്ഷേ ഇവിടെ ഷൂട്ട് ചെയ്ത് തീരുന്ന ടൈം വരെ എനിക്ക് ഇച്ചിരി കട്ടിയിൽ നിൽക്കേണ്ടതുകൊണ്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാനിപ്പോൾ ചെയ്തെടുത്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് എടുക്കുക എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിരിക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങളിത് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയ സാധനം നമ്മൾ കഴിച്ചു നോക്കാൻ പോകണം. ആദ്യം ഇതിൻ്റെ മുകളിൽ കുറച്ച് ടോപ്പിങ്സ് ഒക്കെ നമ്മൾ ഇട്ടായിരുന്നു. അത് ഭംഗിക്ക് വേണ്ടി, വീഡിയോ ഒക്കെ എടുക്കാൻ ഭംഗിക്ക് ഇട്ടാണ്. നമ്മളത് കഴിഞ്ഞ് കളറൊക്കെ ഉണ്ടല്ലേ, കറക്റ്റ് ചാർക്കോളൊക്കെ ചേർന്ന കളറാണ്. നല്ലതാണ്. ഇപ്പം കിടിലൻ ടേസ്റ്റ്, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. നമ്മൾ സാധാരണ കരിക്കട്ടയ്ക്കൊക്കെ ഒരു ചെവയുണ്ടല്ലോ, ഒരു കരിക്കട്ടയുടെ മണമൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ് ചെയ്യുമല്ലോ, അതിൻ്റെ കൂട്ടത്തെ ഒരു ചെവയോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. ബട്ട് നമ്മൾ എവിടെ ഒരു മണമുണ്ട് നമുക്ക്. ഇതിൻ്റെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് നമുക്ക് ഒരിക്കലും ഇങ്ങനത്തെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് നമ്മുടെ ചാർക്കോൾ ഷേക്ക്.
അപ്പോൾ ഇതുകൊണ്ടുള്ള ഐറ്റംസ് ഇനിയും ഉണ്ട് നമ്മുടെ ചാനൽ പുറകിൽ വരുന്നുണ്ട്, അതൊക്കെ വെയിറ്റ് ചെയ്യുക. പിന്നെന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചാർക്കോളാണ് സാധനം. നമുക്കറിയാം ചാർക്കോളിൻ്റെ പ്രത്യേകിച്ച് എന്തിനെ ആഗിരണം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ചാർക്കോളുണ്ട്. അപ്പോൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ ആകുമ്പോൾ ഒന്നുകൂടെ അതിന് ശക്തി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്നും ഈ സാധനം നമ്മുടെ ശരീരത്തിലേക്ക് പിന്നെ വിട്ട് കഴിഞ്ഞാൽ, അതായത് ആക്ടിവേറ്റഡ് ചാർക്കോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വേണ്ടുന്നതും വേണ്ടാത്തതായിട്ട് എല്ലാ സാധനത്തെയും ഇവൻ വലിച്ചെടുക്കും. വേണ്ട സാധനത്തെ മാത്രമാണ് വലിച്ചെടുക്കുന്നതെങ്കിൽ നമുക്ക് സുഖമായിട്ട് എന്നും ഉപയോഗിക്കാം. ബട്ട് വേണ്ടുന്ന ഐറ്റംസ്, അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എന്ത് സാധനത്തിനെ ആയാലും അതുവരെ ഇവൻ വലിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാസത്തിൽ ഒരിക്കലൊക്കെ നമ്മൾ ഉപയോഗിച്ച് വെച്ചൊരു പ്രശ്നമൊന്നുമില്ല. കാരണം എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ളതൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഇവൻ വലിച്ചെടുത്തോളാം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല നമ്മുടെ ആക്ടിവേറ്റഡ് ചാർക്കോൾ ഫുഡായിട്ട്. പക്ഷേ ഇതുപോലെ വല്ലപ്പോഴൊക്കെ ട്രൈ ചെയ്യാൻ പറ്റി കിട്ടുന്ന സാധനമാണ്. ഇതേപോലത്തെ വ്യത്യസ്തങ്ങളായ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താലേ ഇതുപോലത്തെ വീഡിയോസ് ഇട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഈസ് ശ്രീരാജ് സൈനിങ് ഓഫ് ഫ്രം vblog4you.